ഈ വർഷം നടൻ പൃഥ്വിരാജ് സുകുമാരന് മാറ്റങ്ങളുടെ നാളുകളായിരുന്നു. കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് പൂർണ്ണമായും താമസം മാറിയ പൃഥ്വിരാജ് ബോളിവുഡ് ചിത്രങ്ങളിലും ഒരിടം നേടിക്കഴിഞ്ഞു. തന്റെ മൂന്നാമത് സംവിധാന സംരംഭമായ L2 എമ്പുരാന്റെ ചിത്രീകരണം പൂർത്തിയാക്കി. പുതുവർഷത്തിന് റിലീസിനെത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് താരം. ഇതിനിടെ പതിവില്ലാത്ത ഒരു സ്ഥലത്ത് പൃഥ്വിരാജിനെയും ഭാര്യ സുപ്രിയ മേനോനെയും കണ്ടതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞു. കാറിൽ വന്നിറങ്ങിയ ദമ്പതികളുടെ ഒപ്പം മകൾ അലങ്കൃതയെ കാണാനുമില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഐശ്വര്യ റായിയുടെയും അഭിഷേക് ബച്ചന്റെയും മകൾ ആരാധ്യ ബച്ചനും ഷാരൂഖ് ഖാന്റെ മകൻ അബ്രാം ഖാനും പഠിക്കുന്ന മുംബൈയിലെ അതിപ്രശസ്തമായ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിന്റെ ആനുവൽ ഡേ പരിപാടികൾ നടന്നിരുന്നു. പോയ വർഷത്തേത് തന്നെ പോലെ ആരാധ്യയും അബ്രാം ഖാനും ഒന്നിച്ചു വേദിയിലെത്തിയ സ്കിറ്റിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ വൈറലായി മാറി. ക്രിസ്മസ് തീമിലായിരുന്നു താരപുത്രന്റെയും പുത്രിയുടെയും വേഷം. ഈ സ്കൂളിൽ വേറെയും താരങ്ങളുടെ മക്കൾ പഠിക്കുന്നുണ്ട്. മക്കളുടെ പരിപാടി കാണാനെത്തിയ ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും ദൃശ്യങ്ങളും വൈറലായി മാറിയിരുന്നു. ഇതേ സ്കൂളിൽ പഠിക്കുന്നവരാണ് നടൻ ഷാഹിദ് കപൂറിന്റെ കുഞ്ഞുങ്ങളും നടി കരീനയുടെയും സെയ്ഫ് അലി ഖാന്റെയും മക്കളും. ഇവരും വേദിയിലിരുന്ന് കുട്ടികളുടെ പരിപാടികൾ സന്തോഷത്തോടെ വീക്ഷിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം നടൻ പൃഥ്വിരാജിന്റെയും നിർമ്മാതാവ് സുപ്രിയ മേനോന്റെയും മകൾ അലങ്കൃത മേനോൻ പൃഥ്വിരാജ് എന്ന അല്ലിമോളും ഇതേ സ്കൂളിൽ തന്നെയാണോ പഠനമെന്നാണ്. ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിന്റെ ആനുവൽ ഡേ പരിപാടികളിൽ പൃഥ്വിയും സുപ്രിയയും പങ്കെടുത്തിരുന്നു. ഐശ്വര്യ റായുടെ പിന്നിലെ വരിയിൽ ഇവരെ കണ്ടതായും പറയുന്നു. കേരളത്തിന് പുറത്ത് പാപ്പരാസികൾ സജീവമായതിനാൽ മുംബൈയിലെത്തിയ പൃഥ്വിരാജിന്റെ പിന്നാലെയും ഇവർ എപ്പോഴും കൂടും. മുൻപും പൃഥ്വിയും സുപ്രിയയും മകളും പുറത്തിറങ്ങുമ്പോൾ പിന്നാലെ ഓടിയെത്തി പാപ്പരാസികൾ പകർത്തിയ വീഡിയോയും ചിത്രങ്ങളും പുറത്തിറങ്ങിയിരുന്നു. ഇവരെ കാണുന്നതും സുപ്രിയയും മകളും ക്യാമറ കണ്ണുകളിൽ നിന്ന് ഓടിയൊളിക്കുന്നതും ദൃശ്യമായിട്ടുണ്ട്. കേരളത്തിലായിരുന്നപ്പോൾ കൊച്ചിയിലെ മുന്തിയ സ്കൂളിലായിരുന്നു അലങ്കൃതയുടെ വിദ്യാഭ്യാസം. മുംബൈയിൽ സ്വന്തമായി വീട് വാങ്ങിയാണ് പൃഥ്വിരാജ് താമസം മാറിയത്. അതോടൊപ്പം തന്നെ മകളുടെ പഠനവും കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് മാറ്റി. ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് മുൻനിര താരങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിലെ ഉന്നതരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണിത്. സ്കൂൾ ആനുവൽ ദിനത്തിൽ പൃഥ്വിരാജും ഭാര്യയും പങ്കെടുത്തതോടുകൂടി അലങ്കൃതയും ഇവിടുത്തെ വിദ്യാർത്ഥിനി തന്നെയെന്ന് തെളിഞ്ഞിരിക്കുന്നു. പോയ വർഷവും ആരാധ്യ ബച്ചനും അബ്രാം ഖാനും അവതരിപ്പിച്ച നാടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു. ഷാരൂഖ് ഖാന്റെ സ്ഥിരം പോസ് അതുപോലെ അനുകരിക്കുന്ന കുഞ്ഞുമകനെ കണ്ട് വേദിയിലിരുന്ന് ചിരിച്ച ഷാരൂഖിന്റെയും പത്നി ഗൗരി ഖാന്റെയും ദൃശ്യങ്ങളും ശ്രദ്ധ നേടി. അലങ്കൃതയുടെ സ്കൂൾ പരിപാടികളുടെ ദൃശ്യമേതും ഇതുവരെയും വന്നിട്ടില്ല. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അലങ്കൃതയ്ക്ക് 10 വയസ്സ് തികഞ്ഞു. താരപുത്രി വലിയ വായനക്കാരിയാണ്. അമ്മ സുപ്രിയ മേനോനാണ് മകൾക്ക് പ്രധാനമായും പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാൻ നൽകുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് മുകേഷ് അംബാനി. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എല്ലാം ഇന്ത്യക്കാർക്ക് സുപരിചിതരാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് കൂടാതെ റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, ജസ്റ്റ് ഡയൽ, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, നെറ്റ്വർക്ക് 18 മീഡിയ, ഹാത്വേ കേബിൾ ആൻഡ് ഡാറ്റ്കോം, ജിയോ പ്ലാറ്റ്ഫോംസ്, റിലയൻസ് റീറ്റെയിൽ, റിലയൻസ് ജനറൽ ഇൻഷുറൻസ് എന്നിങ്ങനെ നിരവധി വിജയകരമായ ബിസിനസ്സുകൾ അംബാനി കുടുംബം നടത്തിപ്പോരുന്നു. കായിക രംഗത്തും അംബാനിക്ക് സ്വാധീനമുണ്ട്. ISLന്റെ നടത്തിപ്പ് മുതൽ IPLലെ ഏറ്റവും വിലപിടിപ്പുള്ള ടീമുകളിലൊന്നായ മുംബൈ ഇന്ത്യൻസും മുകേഷ് അംബാനിയുടെ കുടുംബത്തിൻ്റെതാണ്. ഇതൊക്കെ കൂടാതെ അംബാനി കുടുംബം വിദ്യാഭ്യാസ രംഗത്തും സാന്നിധ്യം അറിയിക്കുന്നത് പലർക്കും അറിയില്ല. സ്വന്തം പിതാവിന്റെ പേരിൽ മുംബൈയിൽ അംബാനി ഒരു ഇന്റർനാഷണൽ സ്കൂൾ നടത്തുന്നുണ്ട്. പ്രിയതമയായ നിത അംബാനിയാണ് മുംബൈയിലെ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിന്റെ സാരഥി. ഇന്ത്യയിലെ എല്ലാ പ്രമുഖരായ സെലിബ്രിറ്റികളുടെ മക്കളും ഇവിടെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിന്റെ വാർഷിക ദിനം മാധ്യമങ്ങൾക്ക് ആഘോഷമായിരുന്നു. ഡിസംബർ 19-നായിരുന്നു ആ ദിവസം. സിനിമാ അവാർഡ് നിശ പോലെ താരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ആഘോഷരാവായിരുന്നു മുംബൈയിൽ. ഇതുമായി ബന്ധപ്പെട്ട ഒരു വൈറൽ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിന്റെ വാർഷിക ചടങ്ങിൽ ബോളിവുഡ് സെലിബ്രിറ്റികൾ വില കൂടിയ ആഡംബര കാറുകളിലെത്തുന്നത് ഈ വൈറൽ വീഡിയോയിൽ കാണാം. ചടങ്ങിലെ പ്രധാന ആകർഷണം മറ്റാരുമല്ല, കിങ് ഖാൻ ഷാരൂഖ് ഖാൻ ആയിരുന്നു. ഷാരൂഖ് ഖാൻ, ഗൗരി ഖാൻ ദമ്പതികളുടെ ഇളയ പുത്രൻ അബ്രാം പഠിക്കുന്നത് ഈ സ്കൂളിലാണ്. അബ്രാമിന്റെ പ്രകടനം കാണാൻ കുടുംബത്തോടൊപ്പം റോൾസ് റോയ്സ് കലിൻ ബ്ലാക്ക് ബാഡ്ജ് കാറിലാണ് SRK എത്തിയത്. 10 കോടി രൂപയാണ് ഈ കാറിന്റെ വില. വൈറ്റ് കളറിലുള്ള റോൾസ് റോയ്സ് ആണ് ഷാരൂഖ് ഖാന്റെ പക്കലുള്ളത്. ഷാരൂഖിന്റെ സന്തത സഹചാരിയും മാനേജറുമായ പൂജ ദദ്ലാനിയും സ്കൂളിലെത്തിയിരുന്നു. 95.99 ലക്ഷം രൂപ വിലമതിക്കുന്ന മെഴ്സിഡസ് ബെൻസ് C-ക്ലാസ് കാറിലാണ് പൂജ ദദ്ലാനി എത്തിയത്. ബോളിവുഡ് ഇതിഹാസം അമിതാഭ് ബച്ചന്റെ മകനും നടനുമായ അഭിഷേക് ബച്ചന്റെയും നടി ഐശ്വര്യ റായുടെയും മകൾ ആരാധ്യയും ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. അബ്രാമും ആരാധ്യയുമായി ഒരുമിച്ച് പരിപാടി അവതരിപ്പിക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു.
അമിതാഭ് ബച്ചൻ റേഞ്ച് റോവർ SV ഓട്ടോ ബയോഗ്രഫിയിലാണ് വന്നത്. 5.76 കോടി രൂപയാണ് ഇതിന്റെ വില. ടൊയോട്ട വെൽഫെയർ ആഡംബര കാറിലാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും ചടങ്ങിലെത്തിയത്. വിവാഹമോചനത്തിനൊരുങ്ങുകയാണെന്ന കിംവദന്തികൾ പരക്കുന്നതിനിടെ ഇരുവരും പൊതുപരിപാടിയിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത് പാപ്പരാസികൾ ആഘോഷമാക്കി. ബോളിവുഡിലെ യുവർ സൂപ്പർ താരം ഷാഹിദ് കപൂറും തന്റെ സാന്നിധ്യം കൊണ്ട് പരിപാടി ധന്യമാക്കി. 3.76 കോടി രൂപ വിലമതിക്കുന്ന മെഴ്സിഡസ് മെയ്ബാക്ക് GLS 600 കാറിലാണ് ഷാഹിദ് കപൂർ എത്തിയത്. ബോളിവുഡിലെ ഏറ്റവും പ്രമുഖനായ സംവിധായകനും നിർമ്മാതാവുമായ കരൺ ജോഹറും അംബാനി സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെഴ്സിഡസ് മെയ്ബാക്ക് S580 കാറിലാണ് എത്തിയത്. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ 1.24 കോടി രൂപ വിലമതിക്കുന്ന മെഴ്സിഡസ് GLE 450 കാറിലാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സെയ്ഫ് അലി ഖാന്റെ കൂടെ ഭാര്യയും നടിയുമായ കരീന കപൂറും ഉണ്ടായിരുന്നു. ബോളിവുഡിലെ ക്യൂട്ട് കപ്പിളുകളായി വിലയിരുത്തപ്പെടുന്നവരാണ് റിതേഷ് ദേശ്മുഖും ജെനീലിയ ഡിസൂസയും. ഇരുവരും വെവ്വേറെ കാറുകളിലാണ് പരിപാടിക്കെത്തിയത്. ജെനീലിയ 1.46 കോടി രൂപ വിലയുള്ള BMW iX കാറിലും റിതേഷ് 56.77 ലക്ഷം രൂപ വിലമതിക്കുന്ന ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറിലുമാണ് വന്നത്. മലയാള സിനിമാ ലോകത്ത് നിന്ന് നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരൻ വാർഷികാഘോഷത്തിന് സാക്ഷിയാകാനെത്തി. 4.80 കോടി രൂപ വിലമതിക്കുന്ന ലംബോർഗിനി ഉറൂസിലാണ് പൃഥ്വി സ്കൂളിലേക്ക് വന്നത്. ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, ഐശ്വര്യ റായ്, സെയ്ഫ് അലി ഖാൻ എന്നിവരുൾപ്പെടെയുള്ള ബോളിവുഡ് സെലിബ്രിറ്റികളുടെ സാന്നിധ്യത്തിൽ സ്കൂളിന്റെ വാർഷിക ചടങ്ങ് താരനിബിഡമായ ഉത്സവമായി മാറി. അതുപോലെ തന്നെ കോടികൾ വിലമതിക്കുന്ന ലോകോത്തര കാറുകൾ കാണാൻ പറ്റിയതിനാൽ വാഹനപ്രേമികൾക്കും അത് ഉത്സവ കാഴ്ചയായിരുന്നു. ലക്ഷറി കാർ ഷോറൂം കണക്കെയായിരുന്നു സ്കൂൾ മുറ്റത്തെ വാഹനങ്ങളുടെ നിര.